തുടങ്ങുന്നതിന് മുമ്പ് താഴെ വീണുപോയ ഒരു യുവാവിൻ്റെ സ്വപ്നത്തിൻ്റെ ഒരു ബാക്കി പത്രമാണ് നിങ്ങൾ കാണുന്നത്. ടാറ്റൂ സ്റ്റുഡിയോ ആണെന്ന് ഒരൊറ്റ കാരണം കൊണ്ട് താഴെ വീണുപോയ ഒരു സംരംഭം. തനിക്ക് ഗവൺമെൻറ്റിൽ നിന്നുള്ള എല്ലാ രേഖകളും മേടിച്ച് ഒരു സ്വന്തമായിട്ടൊരു സ്ഥാപനം ആരംഭിക്കാൻ ഇറങ്ങി തിരിച്ച ഒരു യുവാവിൻ്റെ ഒരു അവസ്ഥ. ഇവിടെ ഈ സ്ഥാപനത്തിന് പൂട്ടുവീഴാൻ പ്രധാന കാരണം എന്ന് വെച്ചാൽ അദ്ദേഹമായിട്ട് എഗ്രിമെൻറ്റ് വെച്ച ശേഷം ഈ സ്ഥാപനത്തിൻ്റെ ലൈസൻസിന് അപേക്ഷിക്കാനായിട്ട് ബില്ലിങ്ങിൻ്റെ ഡീറ്റെയിൽ ചോദിച്ചപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് അത് നൽകിയില്ല. ആ സമയം കൊണ്ട് ഏതാണ്ട് ബിൽഡിങ്ങിൻ്റെ പണി, ആ ബിൽഡിങ്ങിൻ്റെ ഫുൾ ഫർണിഷിങ്ങും വർക്കും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ആ യുവ സംരംഭകന് ഇതുമൂലം വലിയ നഷ്ടമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അതിനുശേഷം ആ വ്യക്തിയോട് ഇവിടെ ഈ സ്ഥാപനം തുടങ്ങാൻ പറ്റത്തില്ലെന്നും ടാറ്റൂ സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ കഞ്ചാവും മയക്കുമരുന്ന് MDMA-യും മറ്റ് അനാശാസ്യ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലമാണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തോട് ഈ സ്ഥാപനം ഇവിടെ നടത്താതെ ഇവിടുന്ന് മാറിപ്പോകണം, ഇത്രയും പൈസ മുടക്കിയ ശേഷമാണ് എന്ന് ആലോചിക്കണം, ആ വ്യക്തിയോട് ഇവിടുന്ന് മാറിപ്പോകണം. തൻ്റെ നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോഴേ ജീവിതത്തിലൊന്ന് രക്ഷപ്പെടാൻ വേണ്ടി തുടങ്ങുന്ന ബിസിനസ്സാണ്. അത് മാത്രമല്ല ഏകദേശം 5 വർഷം അദ്ദേഹം മറ്റൊരു സ്ഥലത്ത് ഈ ഒരു സ്ഥാപനം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ബ്രാഞ്ചും കൂടെ തൻ്റെ വീടിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നമായിട്ട് തൻ്റെ സ്ഥലമായ ചേർത്തലയിൽ ടൗണിൽ തന്നെ ഒരു സ്ഥാപനം വേണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹം മൂലമാണ് അദ്ദേഹം ഇവിടെ ഈ ബിൽഡിംഗ് വാടകയ്ക്ക് എടുത്തതും ഇവിടെ ഈ സ്ഥാപനം തുടങ്ങാൻ വേണ്ടി ശ്രമിച്ചതും. എല്ലാം അദ്ദേഹത്തിൻ്റെ സ്വപ്നം ഒരു പാതി വഴിയിൽ ഇത്രയും കടവും പ്രശ്നമൊക്കെ ആയിട്ട് ഇത് അവസാനിക്കേണ്ട ഒരു സ്ഥിതിയിൽ എത്തിയിരിക്കുകയാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ, ഞാൻ ഇട്ട അതിനകത്തിൽ ഉദ്ഘാടകനായി വന്നിരിക്കുന്നത് നമ്മുടെ മുൻ മന്ത്രി P. പ്രസാദ്, ഇപ്പം പിന്നെ കൂടാതെ അവിടുത്തെ ചെയർപേഴ്സൺ, പിന്നെ അവിടുത്തെ ഏറ്റവും വലിയ എക്സ്പോർട്ടിംഗ് കമ്പനിയുടെ MD, ഇവരൊക്കെയാണ് ഈ സ്ഥാപനം ഉദ്ഘാടനം ചെയ്യാനായിട്ട് അതിനാദ്യം ഉദ്ദേശിച്ചിരുന്നത്. ഒന്നാലോചിക്കുക, ഇവരൊക്കെ ഒരു സ്ഥാപനം ഉദ്ഘാടനം ചെയ്യാൻ വരുമ്പോഴേ നല്ല സ്ഥാപനമാണോ നോക്കി ഇവർ ഇതിനെക്കുറിച്ച് നല്ല രീതിയിൽ അന്വേഷിച്ച ശേഷമേ ഇവരൊരു സ്ഥാപനം ഉദ്ഘാടനം ചെയ്യാമെന്നും പറയത്തുള്ളൂ. ഏതൊരു മേഖല എടുത്താലും അതിൽ ചെറിയൊരു ശതമാനം പ്രശ്നക്കാരുമാണ്. അതുകൊണ്ട് എല്ലാവരും അങ്ങനെയാണ്, ആ ഒരു തൊഴിൽ ചെയ്യുന്നവർ മൊത്തം അങ്ങനെയാണ്. ഇപ്പോൾ ടാറ്റു ആർട്ടിസ്റ്റുകളും മൊത്തം പ്രശ്നക്കാരാണെന്ന് പറഞ്ഞുണ്ടാക്കി ഈ ഒരു സ്ഥാപനം സത്യം പറഞ്ഞാൽ അവിടെ ഇല്ലാതാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഗവൺമെൻറ്റിൻ്റെ എല്ലാ അപ്രൂവൽ മേടിച്ച് ഒരു സ്ഥാപനം തുടങ്ങുന്ന സ്ഥാപനങ്ങൾ, ടാറ്റു സ്റ്റുഡിയോകൾ നമ്മൾ ഇല്ലാതാവും തോറും നമ്മുടെ ഈ നാട്ടിൽ അമ്പലപ്പറമ്പിലൊക്കെ ഇരുന്ന് നീഡിൽ പോലും മാറ്റാതെ ടാറ്റു ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു പ്രശ്നം ഒഴിവാക്കണമെങ്കിൽ ഗവൺമെൻറ് അംഗീകൃതമായിട്ടുള്ള ഇതുപോലുള്ള ടാറ്റു സ്റ്റുഡിയോകൾ നമ്മുടെ നാട്ടിൽ വരണം. ഇപ്പം നമ്മുടെ നാട്ടിൽ ടാറ്റു ഒരു ട്രെൻഡായിരിക്കുകയാണ്. അതുമൂലം ആർക്കും പ്രശ്നം വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ടാറ്റു സ്റ്റുഡിയോകൾ വരണം. പിന്നെ നമ്മുടെ നാട്ടിൽ നാട് വളരണമെങ്കിൽ യുവ സംരംഭകരും പുതിയ സംരംഭങ്ങളും വേണം. അപ്പോൾ അതെല്ലാം സ്റ്റോപ്പ് ചെയ്യുന്നതിന് പകരം ഇത് മുന്നോട്ട് കൊണ്ടുപോകാനും ഇവരുടെയൊക്കെ സാഹചര്യങ്ങളും പ്രശ്നങ്ങളും മനസ്സിലാക്കി ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനും നമ്മുടെ നാട്ടിലെ അധികാരികൾക്കും ജനങ്ങളും ഇതൊക്കെ മനസ്സിലാക്കണമെന്ന് ഞാൻ ഈ വീഡിയോ കൂടെ പറയുകയാണ്.